ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പഴം വെച്ച ഒരു അടിപൊളി സ്നാക്സ് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇതേപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ അത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 പഴം നല്ല ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതൊരു മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കട്ടകളൊന്നും ഇല്ലാണ്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലിട്ട് അതിലേക്കൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കരടൊന്നും ഇല്ലാത്ത ശർക്കരയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇതേസമയം കരടെല്ലാം ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് അത് അരിച്ചും കൂടി എടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് തേങ്ങ ഇടാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നട്ട്സും കൂടി ആഡ് ചെയ്യാം കേട്ടോ. കാഷ്നട്ടോ ബദാമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയി കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സ് ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിനി 1 കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ. ഇത് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ അടേൻ്റെ ഉള്ളൊരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. അധികം ലൂസായി പോകാനും പാടില്ല, എന്നാൽ അധികം കട്ടിയായി പോകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മാവെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുറച്ച് കുറച്ചായി ഒരു വാഴയിലയിലോട്ട് പരത്തി കൊടുക്കാം. ഞാൻ വാഴയില ഒരു കോൺ ഷേപ്പിന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഈ മാവ് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു ടൈപ്പിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. നമ്മളെ നോർമൽ അടേൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ മൊത്തം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുഴുവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ആവി കയറ്റാൻ വെക്കാം. അപ്പോൾ ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ആവി കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇത് വെച്ച് ഒരു 20-25 മിനിറ്റ് നേരം ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അട റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ഏത്തപ്പഴം വെച്ചുള്ള അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഞങ്ങളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ നാളെ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.